ഞാൻ റിട്ടയർ ചെയ്തിട്ട് 1 വർഷമായി. എൻ്റെ മകൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷവും. അവൻ ആസാമിലായിരുന്നു ആദ്യം ജോലി. അവിടെ വെച്ച് ഒരു മലയാളി പെൺകുട്ടിയെ കണ്ട് അവിടെ വെച്ച് തന്നെയായിരുന്നു വിവാഹം. അവർ നാട്ടിൽ വന്നില്ല. കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിനിടയ്ക്ക് 2 വട്ടം മാത്രമാണ് നാട്ടിലേക്ക് വന്നത്. 2 പേർക്കും അവിടെ ജോലി ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്കാണ് എൻ്റെ മരുമകളുടെ അച്ഛൻ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയത്. തീരെ ചെറുപ്പമായൊരു മനുഷ്യനാണ്. എങ്ങനെ ഇത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. അതീവ സുന്ദരിയും ചെറുപ്പക്കാരിയുമാണ് അവളുടെ അമ്മയും. പിന്നീട് അമ്മ തനിച്ചാണല്ലോ. അമ്മയെ അവിടേക്ക് കൊണ്ടുപോകാൻ അവൾ ശ്രമിച്ചു. പക്ഷേ എന്ത് ചെയ്താലും ആ സ്ത്രീ അവളുടെ കൂടെ പോകില്ല. അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ, അമ്മ എൻ്റെ കൂടെ വരുന്നില്ല, എന്താ ചെയ്യേണ്ടത്? നാട്ടിൽ തനിയാണ്. അച്ഛൻ പോയി ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തിരക്കണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോകാം മോളെന്ന്. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മരുമകൾ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ, ഞാൻ ഇവിടുത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വരികയാണ്. ചേട്ടന് പെർമനന്റ് ജോലിയല്ലേ, എന്തായാലും സ്ഥലമാറ്റം കിട്ടുമായിരിക്കും. അതുവരെ ചേട്ടൻ ഇവിടെ നിൽക്കട്ടെ. ഞാൻ നാട്ടിൽ വന്ന് അമ്മയുടെ കൂടെ നിൽക്കാൻ പോവുകയാണ്. വീട്ടിലും എൻ്റെ വീട്ടിലുമായിട്ട് നിൽക്കാന്ന് പറഞ്ഞു. ഞാൻ ഒന്നും എതിര് പറഞ്ഞില്ല. ആയിക്കോട്ടെ മോളെ, നിന്റെ അമ്മയെ നോക്കേണ്ടത് നിന്റെ കടമയല്ലേ എന്ന് പറഞ്ഞു. അമ്മയുമായി അവൾക്ക് നല്ല സെന്റിമെന്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് പാഞ്ഞു വന്നത്. എൻ്റെ മോനും അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. 1.5 മാസം കൂടിയിരിക്കുമ്പോൾ അവൻ 10 ദിവസത്തേക്ക് ലീവിന് വരും. അങ്ങനെ അവർ അടിച്ചു പൊളിച്ചു പോയി. കുട്ടികളൊന്നും ഇപ്പോൾ വേണ്ടെന്നാണ് അവരുടെ തീരുമാനം. 2-3 വർഷങ്ങൾ കഴിഞ്ഞു മതി. അവൾക്ക് നാട്ടിൽ ഒരു സ്ഥിരം ജോലി എഴുതിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് പഠിക്കുന്നുമുണ്ട്. എന്തുകൊണ്ടും സ്മാർട്ടും സുന്ദരിയും പിന്നെ നല്ല വാചാലയുമാണ് എൻ്റെ മരുമകൾ. എന്നെ ഒരു ഫ്രണ്ടിനെ പോലെയാണ് കരുതുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഭാര്യയ്ക്ക് പക്ഷേ അത് ഒട്ടും ഇഷ്ടമല്ല. അവൾ മരുമകളുമായി അത്ര നന്നായി ചേർന്ന് പോകില്ല. മകൻ സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചപ്പോഴേ അവൾക്ക് അതൊന്നും ഇഷ്ടപ്പെടാതിരുന്നതാണ്. പിന്നെ മകനല്ലേ, അവൻ്റെ ഇഷ്ടമല്ലേ എന്ന് കരുതി അങ്ങ് സഹിക്കുകയായിരുന്നു. എന്തായാലും എന്നോട് മരുമകളോട് കൂടുതൽ അടുക്കരുതെന്ന് വാൺ ചെയ്തു. അല്ലെങ്കിലും എന്നെ പണ്ടേ സംശയമാണ്. ഞാൻ എല്ലാവരോടും സരസമായി പെരുമാറുന്ന ആളാണ്. പിന്നെ പണ്ട് തൊട്ടേ സ്പോർട്സിലും മറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജിമ്മിലൊക്കെ പോകാറുണ്ട്. ഞാൻ ചുള്ളനായി നടക്കുന്നത് വേറെന്തോ ഉദ്ദേശത്തിലാണെന്നാണ് എൻ്റെ ഭാര്യ പറയുന്നത്. അവളാണെങ്കിൽ ആരോഗ്യം ശ്രദ്ധിക്കാതെ. പ്രായത്തിന് ഞങ്ങൾ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് തോന്നും. നിന്റെ ഭർത്താവ് ചുള്ളനും ചെറുപ്പക്കാരനുമാണല്ലോ എന്ന് വലുതും മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരോട് പറയും, അങ്ങനെ ഇരിക്കുന്നതിൽ എന്തോ ദുരൂഹതയുണ്ട്, അങ്ങേർക്ക് വേറെ എന്തോ കണക്ഷൻ ഉണ്ട് എന്നൊക്കെ പറയും. പലതവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറയരുത്, സ്വന്തം ഭർത്താവിനെ ദൂഷിച്ച് പറയരുതെന്ന്. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് സംശയമാണ്. നിങ്ങൾക്ക് വേറെന്തൊക്കെയോ നിഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മരുമകളോട് കൂടുതൽ സംസാരിക്കില്ലെന്ന് എന്നോട് പറഞ്ഞത്. മരുമകൾ നമ്മുടെ മോളെ പോലെയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോഴേക്കും എൻ്റെ ഭാര്യ പറയുകയാണ്, ആ, സ്വന്തം മോളാണെങ്കിൽ അച്ഛനെ അടിമുടി ശ്രദ്ധിക്കില്ല. ഇതിപ്പം കുട്ടിനിക്കറമിട്ട് ഓരോന്നും കാണിച്ച് മരുമകളോട് ഫ്രണ്ട്സിനെ പോലെ ഇടപഴകി കഴിഞ്ഞാൽ മരുമകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ എന്തും തോന്നാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നാണമല്ലേ മനുഷ്യ? ഉമ്മറത്ത് ബൾബ് കത്തിച്ചിട്ട പോലെ ഇങ്ങനെ നടക്കരുതെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പല പെണ്ണുങ്ങൾക്കും നോട്ടമുണ്ടാകുമെന്ന്. ഞാൻ പറഞ്ഞു നോക്കട്ടെ, എന്തായാലും നിനക്ക് വലിയ ഉപകാരമില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും പുള്ളിക്കാരിക്ക് അതും ഇഷ്ടമല്ല. ഒന്നിനും ആക്റ്റീവല്ല. എന്നാൽ അസൂയയും സംശയമുണ്ട്. അതെന്താണെന്നറിയില്ല. സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ആക്റ്റീവായി ഏർപ്പെടാൻ പറ്റില്ല. എന്നാലോ ഒടുക്കത്തെ സംശയവും പ്രശ്നങ്ങളും പിണക്കങ്ങളും. ഇതെന്താണ് ഇങ്ങനെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ ആക്റ്റീവായിട്ട് നിൽക്കണ്ടേ? ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കണ്ടേ? അതൊന്നുമില്ല. ചുമ്മാ എവിടെയെങ്കിലും കുത്തിയിരിക്കും ഭർത്താവിന് സംശയവും. അത് മാത്രമാണ് മനസ്സിലാകാത്തത് എന്താണെന്ന്. മരുമകൾ നാട്ടിൽ വന്ന ശേഷം അവളുടെ വീട്ടിൽ 2 ദിവസം നിൽക്കും. ഇവിടെ വന്ന് 1 ദിവസം നിൽക്കും. പിന്നെ അവിടെ പോയി 2 ദിവസം നിൽക്കും. അങ്ങനെയാണ് നിൽക്കുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് അത്ര ഇഷ്ടമല്ലെങ്കിലും മരുമകളോട് കൊമ്പ് കോർക്കാൻ പോകാറില്ല. കാര്യം അവളുടെ വായിൽ കയറി ഇറങ്ങാൻ ഇവൾക്ക് പറ്റില്ലല്ലോ. ഇഷ്ടമല്ല. അവൾ പോയി കഴിയുമ്പോൾ കുശിക്കും. ഞാൻ അപ്പോഴേക്കും റിട്ടയറായി. ജസ്റ്റ് റിട്ടയർ ആയപ്പോഴേക്കും എൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ വളരെ നന്നായി കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി മരുമകളാണ് മുന്നിൽ നിന്നത്. ഒത്തിരി പേർ എന്നെ ഡയറക്റ്റായിട്ട് അഭിനന്ദിച്ചു. വളരെ ചൊടിയും ചുണയും ഉള്ള ഒരു പെൺകുട്ടിയാണ്, സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യയ്ക്ക് ആദിയും ബോധിയും ഇളകി എന്ന് പറയാം. റിട്ടയർമെന്റ് ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ മോൾ എന്നോട് പറഞ്ഞു, ആ, അച്ഛൻ ഇനി റിലാക്സ് ആണല്ലോ, ഇനി നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ധൃതി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. റിലാക്സ് ആയിട്ട് രാവിലെ
എഴുന്നേറ്റാ മതി എന്നൊക്കെ പറഞ്ഞു. ഞാനും പറഞ്ഞു അങ്ങനെയാണ് മോളെ ഞാനും ഇനി വിചാരിക്കുന്നതെന്ന്. ആ സമയത്ത് മോന്റെ ഒരു കാർ വീട്ടിൽ കിടപ്പുണ്ടായിരുന്നു. അത് വിറ്റിട്ട് അവൾ വലിയൊരു കാർ വാങ്ങി. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ അച്ഛൻ അത് ഓടിച്ചു നോക്കുന്നു. അവൾ നന്നായിട്ട് ഓടിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടെ പലയിടത്തും ആ കാറിൽ പോകാൻ തുടങ്ങി. എന്റെ ഭാര്യയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ എന്തിനാ കാറിൽ പോകുന്നത് എന്ന് ചോദിക്കും. ഞാൻ പറയും, ഇത് അവള് കേട്ടാലോ നാട്ടുകാർ കേട്ടാലോ അവര് വന്ന് നിന്നെ അടിച്ചു വിടുന്ന ഓടിക്കും. അതുകൊണ്ട് നാം അടക്കി വിടുന്നോളം പറയും. എന്നാലും അടങ്ങിയിരിക്കില്ല. ഞാൻ തനിയുള്ളപ്പോൾ എന്നെ കുത്തുന്ന പോലെ സംസാരിക്കും. ഞാനത് കാര്യമാക്കാറില്ല. കാര്യം ജാത്യാലുള്ളത് തൂത്താൻ പോകില്ലല്ലോ. പിന്നെ റിലാക്സായി നടക്കാൻ ഒരു കാലം വന്നു. അപ്പോൾ അടിച്ചു പിടിച്ച് ജീവിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെറിയ രീതിയിൽ പർച്ചേസിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ചിലപ്പോൾ പോയിട്ട് വരുമ്പോൾ അവളുടെ വീട്ടിൽ കയറും. അവളുടെ അമ്മയോട് ഞാൻ കുറെ നേരം സംസാരിക്കും. ആ സമയത്ത് മരുമകൾ അവളുടെ റൂമിലായിരിക്കും. ഞങ്ങൾ രണ്ടുപേരെയും സംസാരിക്കാൻ വിട്ടിട്ട് അവൾ അവളുടെ പാട് നോക്കും. അങ്ങനെയാണ് ഒന്നും ശ്രദ്ധിക്കുന്ന തരത്തിലല്ല മരുമകൾ പെരുമാറുന്നത്. അവർക്കാണെങ്കിൽ എന്നോട് നല്ല ഇൻട്രസ്റ്റ് ഉള്ളതുപോലെയാണ് സംസാരിക്കുന്നത്. പലപ്പോഴും അവരുടെ കടക്കൻ നോട്ടങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല എന്നെ പുകഴ്ത്തി സംസാരിക്കും. സത്യം പറഞ്ഞാൽ ചേട്ടൻ റിട്ടയർ ആകാനുള്ള പ്രായമുണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. മുടി പോലും നരച്ചിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. എനിക്കും ഈ പറഞ്ഞതുപോലെ താല്പര്യങ്ങൾ തോന്നാറുണ്ടെങ്കിലും അതൊന്നും പുറത്തേക്ക് എടുത്തിടാൻ പറ്റുന്ന സാഹചര്യമല്ലല്ലോ. അതുകൊണ്ട് അടക്കി വെക്കും. എന്തായാലും ഒരു ദിവസം ഭാര്യ പതിവ് പോലെ ഞാൻ ജിമ്മിലേക്ക് പോകാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പുറകെ വന്ന് വെറുതെ ചൊറിഞ്ഞു. നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളോട് പറഞ്ഞതല്ലേ റിലാക്സായി കിടക്കുന്ന പാൻറ് വാങ്ങിക്കാൻ. നിങ്ങളത് കേൾക്കില്ല. ദേ അമ്പലമണിയും കൊണ്ട് പോവാ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി. ഞാൻ പറഞ്ഞു, നിനക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ. ഞാനല്ലേ എൻ്റെ ഇഷ്ടം. നിനക്കാണെങ്കിൽ മണി അടിക്കാൻ പോലും യാതൊരു താല്പര്യമില്ല. പിന്നെ നീ എന്തിനാണ് ഈ പുറകെ നടന്ന് അമ്പലമണിയുടെ കാര്യം നോക്കുന്നത് എന്ന് പറഞ്ഞു. ഓ, നിങ്ങളോട് ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് യാതൊരു ഗുണവുമില്ല. നിങ്ങൾക്ക് പണ്ടേ മറ്റുള്ളവരിലാണല്ലോ കണ്ണ്. അതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ നിന്ന് നിങ്ങളെ ഞാൻ എടുത്തെറിഞ്ഞു കളഞ്ഞത്. ഞാൻ പറഞ്ഞു എടുത്തെറിഞ്ഞു കളഞ്ഞെങ്കിൽ നീ പിന്നെ എന്തിനാണ് പിടിച്ചു വലിച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കുന്നത്? വേറെ പണിയൊന്നുമില്ലേ? നീ നിന്റെ കാര്യം നോക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ എന്നെ എന്തൊക്കെ ഉച്ചത്തിൽ പറഞ്ഞു. ഞാനും തിരിച്ചു പറഞ്ഞു, മരുമകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ മറന്നുപോയി. അവൾ കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വന്ന് ഇതെല്ലാം കേൾക്കുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്കിലും ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് ആ ബോധം വന്നത്. അവൾ ഒളിഞ്ഞു നോക്കുന്നത് കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. മൈൻഡ് ചെയ്യാത്ത ഭാവത്തിൽ ഞാൻ അതുകൊണ്ട് പുറത്തേക്കെങ്ങും പോയി. എന്തായാലും തിരിച്ചു വന്നപ്പോൾ ഭാര്യയുടെ മുഖം കടന്നിൽ കുത്തിപ്പോലിരുന്നു. എന്നോട് മിണ്ടിയില്ല. ആഹാരവും എടുത്തു വെച്ചിട്ടില്ല. എല്ലാം മേശപ്പുറത്തുണ്ട്. അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്നു നിന്ന് എനിക്ക് എല്ലാം എടുത്തായിരുന്നാണ്. ഞാൻ ഭാര്യയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ പറഞ്ഞു, തന്നെ എടുത്ത് കഴിക്കാൻ നിങ്ങൾക്ക് എന്താ കൈയില്ലേ? കൈ തളർന്നു പോയോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇനി വന്നു കഴിഞ്ഞാൽ ഇവിടെ യുദ്ധം നടക്കും. അതുകൊണ്ട് തനി എടുത്ത് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും മരുമകൾ വന്നു. അച്ഛന് ഞാൻ വിളമ്പിത്തരാം. ഉപ്പുമാവും കടലക്കറിയും അവൾ വിളമ്പി തന്നു. ചായയും കൊണ്ടുവന്ന് വെച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോൾ എനിക്ക് പഴവും പപ്പടവും കൊണ്ടുവച്ചു. അച്ഛന് വെറൈറ്റി ആയിട്ട് കഴിക്കൂ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തിരുന്നു. എന്നിട്ട് എന്നെ നോക്കിയിരിക്കുകയാണ്. അച്ഛാ, അച്ഛൻ ഏത് സ്പ്രേ ആണ് ജിമ്മിൽ പോയിട്ട് വന്ന് കുളിച്ചിട്ട് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാനിപ്പോൾ ബ്രാൻഡിൻ്റെ പേര് പറഞ്ഞു. ആ, ചേട്ടനും ഇതന്നെ ഉപയോഗിക്കാൻ പറയാം. കാര്യം എനിക്ക് ചേട്ടൻ്റെ മണത്തേക്കാൾ ഇഷ്ടം അച്ഛൻ്റെ മണമാണ് എന്ന് പറഞ്ഞു. ഞാനത് കേട്ട് സംശയത്തോടു കൂടി അവളെ നോക്കി. അവൾക്ക് ഭാവഭേദമൊന്നുമില്ല. ആ, സ്പ്രേയുടെ കാര്യമായിരിക്കും അവൾ പറഞ്ഞത്, അല്ലാതെ എന്താ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, അല്ല അതിരാവിലെ എന്തായിരുന്നു ഇവിടെ വലിയൊരു ബഹളം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടീ നീ അതിരാവിലെ കിടന്നുറങ്ങാതെ എഴുന്നേറ്റ് കർട്ടൻ്റെ പുറകിൽ വന്നതെന്ന് ഞങ്ങളുടെ വഴക്ക് കേൾക്കില്ലായിരുന്നോ? ഞാൻ കണ്ടു, അതുകൊണ്ടാണ് കൂടുതലൊന്നും ഞാൻ പറയാതിരുന്നെന്ന് പറഞ്ഞു. ആ, ഞാനെല്ലാം കേട്ടച്ച. ശരിക്കും അമ്മയ്ക്ക് നല്ല സംശയരോഗം ഉണ്ടല്ലേ? പണ്ടോട്ടേ ഉണ്ടോ അതോ ഈ അടുത്ത കാലത്തായിട്ട് തുടങ്ങിയതാണോ? ഈ 40 വയസ്സ് കഴിയുമ്പോഴേ സ്ത്രീകൾക്ക് ഭയങ്കര സംശയരോഗമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് നീ എവിടെന്നാ കേട്ടത്? നിന്റെ അമ്മയ്ക്ക് സംശയരോഗമുണ്ടോ? എൻ്റെ അമ്മയ്ക്കില്ല, പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്താ 40 വയസ്സ് കഴിയുമ്പോഴേക്ക് സ്ത്രീകൾക്ക് സംശയരോഗം കൂടാൻ കാരണം? സ്ത്രീകൾക്ക് മാത്രമല്ല ചാ, പുരുഷന്മാർക്കും അങ്ങനെ ആയിരിക്കും. അതെന്താടി അങ്ങനെ 40 വയസ്സിന്? അതെന്തൊക്കെ ഹോർമോണൽ പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നത്. ആ സമയത്ത് ആണിനും പെണ്ണിനുമൊക്കെ ഹോർമോണൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണ് ദാമ്പത്യത്തിൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയമൊക്കെ കഴിഞ്ഞല്ലോ. ആക്ച്വലി അച്ഛനും അമ്മയും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതല്ലേ? ഞാൻ പറഞ്ഞു, അവൾക്ക് എന്നെ വലിയ കാര്യമായിരുന്നു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും ഇത്രയും അകന്നു പോയത്? അമ്മ ഇനാക്റ്റീവ് ആണെന്ന് പറഞ്ഞത് അച്ഛൻ കേട്ടു. മണിയുടെയും മണിയഴയുടെയും
കഥയുടെയും കഥയൊക്കെ ഞാൻ അവിടെ നിന്ന് കേട്ടു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അച്ഛനും അമ്മയും തമ്മിൽ ഒരു സ്നേഹബന്ധം പോലും കുറെ നാളായി, വർഷങ്ങളായില്ലെന്നാണ്. അതിൽ അമ്മയ്ക്കാണോ കുറ്റം, അച്ഛനാണോ കുറ്റം എന്ന് ചോദിച്ചാൽ രണ്ടുപേർക്കും ഒരേപോലെ കുറ്റമുണ്ടെന്ന് ഞാൻ പറയും. അതെന്താ നീ എങ്ങനെ പറഞ്ഞത്? അല്ല, ഇപ്പോ അമ്മ അച്ഛനെ അവോയ്ഡ് ചെയ്യാണെന്ന് വെച്ചോ, അച്ഛൻ അങ്ങോട്ട് ചെന്ന് ഭാര്യയെ ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടതല്ലേ? അതല്ലാതെ ഭാര്യ അവഗണിക്കുമ്പോൾ ഭർത്താവ് നേരെ ജിമ്മിൽ കുട്ടിനിക്കറും വിട്ടുപോയി മറ്റ് കാര്യങ്ങൾ ഏർപ്പെടുകയാണ് വേണ്ടത്. നീ എന്താ ഉദ്ദേശിച്ചത്? എന്റെ ഭാര്യയുടെ കൂടെ ചേർന്ന് നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? ഞാൻ ജിമ്മിൽ പോകുന്നത് മറ്റാരും നോക്കാൻ വേണ്ടിയിട്ടല്ല, എന്റെ ആരോഗ്യം സംരക്ഷിക്കാനാണ്. നിന്റെ അമ്മായിയമ്മ സ്വന്തം ഹെൽത്ത് നോക്കാതെ ചുമ്മാ വെറുതെ നടക്കുന്നു. അവളെ കണ്ടാൽ പ്രായം തോന്നിക്കും, എന്നെ കണ്ടാൽ പ്രായം തോന്നിക്കില്ല. അതുകൊണ്ട് അവൾക്ക് അസൂയാണ്. അത് ഞാനങ്ങ് സമ്മതിക്കാച്ച. പക്ഷേ അമ്മയിൽ നിന്ന് എന്തിനാണ് അകന്നത്? അങ്ങോട്ട് പോയി എല്ലാം ഒന്ന് പറഞ്ഞ് സോൾവ് ആക്കി എടുക്കാൻ വയ്യായിരുന്നു? പിന്നെ നീ പറഞ്ഞ പോലെ അത്ര ഈസി ആയിട്ടൊന്നും കാര്യങ്ങൾ നടക്കില്ല. അവള് താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എനിക്കാണെങ്കിൽ കാലെ പിടിച്ചിട്ട് അവളെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യം. അവൾ ആരാ? ലോകസുന്ദരിയോ മറ്റോ ആണോ? അപ്പോ എന്റെ മരുമകൾ പറയാണ്, ഇപ്പൊ എനിക്ക് മനസ്സിലായി, അച്ഛന്റെ കയ്യിലാണ് കുറ്റം. അമ്മ പിണങ്ങിയപ്പോൾ അങ്ങോട്ട് ചെന്ന് നേരെയാക്കി എടുക്കണം. ഭർത്താക്കന്മാർ അങ്ങനെയാണ്, സ്ത്രീകളുടെ പിണക്കമൊക്കെ ഒന്ന് ആസ്വദിക്കണം. ഒന്ന് പിണങ്ങിക്കഴിഞ്ഞ് അടുക്കുമ്പോഴാണ് നല്ല രസം. ആ രസം എന്തായാലും നിനക്ക് നിന്റെ ഭർത്താവിന് കാണാതിരിക്കും, എനിക്കില്ല. എനിക്ക് അവളുടെ പുറകെ നടക്കാൻ നേരെയില്ലെന്ന് പറഞ്ഞില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അച്ഛന് വേറെന്തോ ചുറ്റിക്കളയുണ്ട്. അച്ഛൻ ജിമ്മിൽ പോകുന്നത് വേറെന്തോ കാര്യത്തിനാണെന്ന് അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട്. എങ്കിൽ നീ അത് വിശ്വസിച്ചോ? എനിക്കവിടെ വേറെ 2 ഭാര്യയും 2 കുട്ടികളുമുണ്ട്. എന്റെ കാര്യങ്ങളൊക്കെ നന്നായി നടന്നു പോകുന്നുണ്ട്. അതുപോലെ എന്തോ സെറ്റപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛനല്ലെങ്കിൽ ഇത്ര ചുറുചുറുക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ല. സാധാരണ ഭാര്യ പിരിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാർക്ക് ഒരു വിഷമവും ദുഃഖവും ഒക്കെ കാണും. ഇതിപ്പോ അച്ഛൻ നല്ല റിലാക്സ് ആയിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. നിനക്കിപ്പം എന്റെ എണ്ണ എടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? നിനക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു കാര്യമില്ലെന്ന് പറയാൻ പറ്റില്ല. നിനക്ക് എന്താ കാര്യം? അല്ല, എനിക്കറിയാനൊരു കൗതുകമുണ്ട്. ആ കൗതുകം കയ്യിൽ വെച്ചാൽ മതി. അച്ഛൻ ഇത്രയും ദേഷ്യപ്പെടുമ്പോൾ എന്തോ ഒരു ചുറ്റിക്കളി അവിടെ ഉണ്ട് എന്നവൾ പറഞ്ഞു. ശരി, ചുറ്റിക്കളിയുണ്ട്, നീ കണ്ടുപിടിച്ചു. ഞാൻ കണ്ടുപിടിക്കും. ഇനിയിപ്പോൾ എന്റെ 2 കണ്ണും അച്ഛന്റെ പിറകിലായിരിക്കും പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ പിറകിൽ നിന്റെ കണ്ടിരിക്കുന്നത് നല്ലതാ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് കഴിച്ചു തീർത്തിട്ട് പോന്നു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യ അവിടെ ഇല്ലായിരുന്നു. ആ സമയത്ത് മരുമകൾ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താടി, നിന്റെ 2 കണ്ണ് വെച്ച് നീ എന്തെങ്കിലും കണ്ടുപിടിച്ചോ? അതൊന്നുമല്ല, വേറെ കാര്യമാണ്, ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടെ സ്വീകരണ മുറിയിൽ ഇരുന്ന് സംസാരിക്കാൻ ആരംഭിച്ചു. എന്താണ് ഇതിന്റെ പ്രശ്നം? എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ ഒരു സജഷൻ പറയാം. കാര്യം, അച്ഛൻ എന്തായാലും ഇങ്ങനെ മസിലളിയനായി നടക്കുകയാണ്. പക്ഷേ ഞാനൊരു സ്പൈ വർക്ക് ചെയ്തു. പക്ഷെ അച്ഛനെ കുറിച്ച് ഒന്നും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ? അപ്പോഴെനിക്കൊരു സംശയം, അച്ഛനിങ്ങനെ മസിലൊക്കെ വളർത്തിയിട്ട് എന്തിനാണ് ഈ ചെറുപ്പം കാത്തു സൂക്ഷിക്കുമ്പോൾ അതിനെ ആരാധിക്കാൻ ആരെങ്കിലും വേണ്ടേ? അല്ലെങ്കിൽ അച്ഛന് ഒരു ഊർജം വേണ്ടേ? ആ ഊർജം എവിടെയെങ്കിലും കൊണ്ട് ഒന്ന് സെറ്റപ്പ് ആക്കണ്ടേ എന്ന് ചോദിച്ചു. നിനക്ക് എന്താ പറ്റിയത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവള് പറഞ്ഞു, എനിക്കല്ല പ്രശ്നം എന്ന് പറഞ്ഞില്ലേ? ഞാനേ ഒരു കാര്യം പറയാം. എന്റെ അമ്മയ്ക്കാണ് പ്രശ്നം. നിന്റെ അമ്മയ്ക്ക് എന്താ പ്രശ്നം? അത് പിന്നെ അച്ഛൻ മരിച്ചു പോയല്ലോ. അച്ഛന് മരിച്ചു പോകുന്നതിൽ പ്രശ്നമൊന്നുമല്ലല്ലോ, അത് സ്വാഭാവികം നടന്ന കാര്യമല്ലേ? അതല്ലെന്ന്, അതൊക്കെ കഴിഞ്ഞിട്ട് കുറെ നാളായില്ലേ? അമ്മയുടെ സ്വഭാവത്തിൽ ഇപ്പോൾ അച്ഛൻ വരുമ്പോൾ നല്ല മാറ്റമുണ്ട്. അച്ഛനെ കാണുമ്പോൾ ഒരിളക്കവും കുണുക്കവും ഒക്കെ ഞാൻ കാണുന്നു. അത് ഞാനും ശ്രദ്ധിച്ചു. അപ്പോൾ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛന് കാര്യം മനസ്സിലായല്ലോ. എന്ത് കാര്യം മനസ്സിലായെന്ന്? അച്ഛാ, അമ്മയ്ക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ് അച്ഛനെ. എന്തായാലും എൻ്റെ അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞ പിന്നെ പുള്ളിക്കാരി ഒരു റിലാക്സേഷനും ഇല്ലാത്ത രീതിയിൽ ജീവിക്കുകയാണ്. നീ പറഞ്ഞു വരുന്നത് എന്താ? ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നുമില്ല. അച്ഛൻ ജസ്റ്റ് ഒരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിൽ അച്ഛന് ബുദ്ധിമുട്ടൊന്നും കാണില്ല. എന്തായാലും ഈ ജിമ്മിൽ കൊണ്ട് നടന്ന് തീർക്കുന്ന ഊർജത്തിന്റെ പാതി പോരെ? ഒരു ഡബിൾ എടുത്ത് പൊക്കി എത്ര നേരം അടിക്കുന്നു, വെയിറ്റ് തൂക്കുന്നു. അതിനേക്കാളൊക്കെ എന്ത് നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞത്. നീ ഉദ്ദേശിക്കുന്നത് തെളിച്ചങ്ങ് പറ. ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല. അച്ഛൻ ഇടയ്ക്ക് വീട്ടിലേക്ക് വരണം. അമ്മയാണെങ്കിൽ കാത്തിരിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ കുറച്ച് നിമിഷങ്ങൾ ഒന്ന് ചെലവഴിക്കൂ. 2 പേരും തുല്യ ദുഃഖിതരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളായി മുന്നോട്ട് പോകാം. അപ്പോൾ നീ എന്നെ വഴി തെറ്റിച്ച് അടങ്ങൂ എന്ന് ചോദിച്ചപ്പോഴേക്കും മരുമകൾ എന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഇത് വഴി തെറ്റിക്കുന്ന കാര്യമൊന്നുമല്ല, സീരിയസ് ആയിട്ട് എടുക്കുക. ഇതൊന്നും ഞാൻ ആരോടും പറയില്ല. അമ്മയോട് ഞാൻ ഒന്ന് ചോദിച്ചതാണ്. അമ്മയ്ക്കൊപ്പം പൂർണ്ണ സമ്മതമാണ്.
തുറന്നു പറഞ്ഞില്ലെങ്കിലും കാത്തിരിക്കുകയാണ് എന്നുള്ള മട്ടിൽ തന്നെയാണ് പറഞ്ഞത്. പിന്നെ ആവശ്യത്തിലധികം ആഗ്രഹമുണ്ട്. അച്ഛനാണെങ്കിൽ ഇവിടെ ആക്ടിവിറ്റീസ് ഒന്നുമില്ലാതെ നിൽക്കുന്നു. വെറുതെ നിൽക്കുന്ന അച്ഛന് ഒരു കമ്പനി കൊടുത്താൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പ്ലീസ്, ഇതാരും പറയില്ല. ഞാൻ എൻ്റെ ഭർത്താവിനോട് ഒരിക്കലും പറയില്ല, ആരോടും പറയില്ല. ഇത് നമ്മൾക്കിടയിലെ ഒരു ഡീലായിട്ടിരിക്കും. എനിക്കറിയാമല്ലോ എൻ്റെ അമ്മയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ലെന്ന്, അച്ഛനുമായിട്ടില്ല. മനുഷ്യർക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു സന്തോഷം വേണ്ട അച്ഛ. പ്ലീസ്, ഇതിന് കൈ കൊടുക്കൂ. ഒന്ന് പോയി എന്ന് പറഞ്ഞ് ഞാൻ അതൊഴിവാക്കിയെങ്കിലും അവൾ പുറകെ നടന്നു. അച്ഛ, ഒന്ന് മനസ്സിലാക്കൂ. അച്ഛനിങ്ങനെ മസിൽ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛനും ഇതൊക്കെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അവൾ അങ്ങനെ 10 വട്ടം എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സ് മാറാൻ തുടങ്ങി. കുറേ നാളായിട്ട് യാതൊരു യാത്രകളും ഇല്ലാതിരിക്കുന്ന എനിക്ക് ഒരു ലോങ് ട്രിപ്പ് കിട്ടിയതുപോലെയാണ് തോന്നിയത്. അവളാണെങ്കിൽ അതിന് എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ തന്നെയാണ് ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി അവിടെ കൊണ്ടുപോയത്. ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ദേ, എൻ്റെ അമ്മായിപ്പനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാനാണെങ്കിൽ ഇവിടെ നിൽക്കുന്നേയില്ല. എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ ഞാൻ പോവുകയാണേ. നിങ്ങൾ വിളിക്കുമ്പോഴേ ഞാനീ വരികയുള്ളൂ. അപ്പോഴേക്കും രണ്ടുപേരും കൂടി നല്ല സൗഹൃദമാകൂ എന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോയി. മറ്റു കാര്യങ്ങളിലൊക്കെ ജില്ലെന്ന് നിൽക്കുമെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊരു ഇനിഷ്യേറ്റീവ് നേരത്തെ ഉണ്ടായിട്ടില്ല. ചുമ്മാ തമാശയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കാര്യമായ കാര്യങ്ങളിലേക്ക് ഒരു ഉൾക്കടത്തൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പ്രായത്തിലായിരിക്കും എനിക്ക് അനുഭവങ്ങളുടെ മേച്ചിൽപ്പുറങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നി. എന്തായാലും അവൾ പോയി കഴിഞ്ഞ ഉടനെ തന്നെ അവളുടെ അമ്മ പറഞ്ഞു, ചേട്ടൻ പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് പൂർണ്ണമായ സമ്മതമായതുകൊണ്ടാണ് ഞാൻ അവളോട് പറഞ്ഞത്. എനിക്കതിൽ ലജ്ജ തോന്നുന്നില്ല. എൻ്റെ മോളല്ലേ, എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ഉള്ളത് ഞാൻ പറഞ്ഞു. കാര്യം പറയാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാണ് സംഭവിക്കുക. പക്ഷേ പറഞ്ഞു കഴിഞ്ഞാലോ, ചിലപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് സ്വപ്ന സാഫല്യവുമാകും. എനിക്ക് പക്ഷേ എവിടെ, എങ്ങനെ, എങ്ങനെ തുടങ്ങണം എന്നറിയില്ലല്ലോ. അവൾ എൻ്റെ മുഖത്തുനിന്ന് അത് മനസ്സിലാക്കി. പക്ഷേ കൈകൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു, എത്രയോ നാളായി ഞാൻ കൊതിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ കണ്ണിൽ കണ്ണു നോക്കിയിരുന്നു കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ നഷ്ടം ഞാൻ നികത്താൻ പോവുകയാണ്. എനിക്കൊരു നഷ്ടങ്ങളും ഉണ്ടാകരുത്. പ്രവേശന ചടങ്ങുകളിലേക്ക് ഞാൻ ഡയറക്റ്റ് കടക്കും. കുലവാഴകൾ കൊണ്ട് അലങ്കരിച്ച പ്രവേശന കവാടം അങ്ങേ സ്വീകരിക്കും എന്ന് പറഞ്ഞു. അതിദ്രുതമായിരുന്നു അവളുടെ കർമ്മ പദ്ധതികൾ. പിന്നെ ഒന്നും മടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റാത്ത അവസ്ഥയായിരുന്നു. എതിർവശത്തുള്ള ആളുടെ ഊർജം തന്നെയാണ് മറുവശത്ത് നിൽക്കുന്നവർക്കും ഊർജം. കുതിരക്കുളമ്പടി ശബ്ദം മാത്രം ദീർഘനേരം പൊങ്ങിയ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും നിധിശേഖരങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞിരുന്നു. പിന്നീടാണ് മരുമകളെ വിളിച്ചത്. അവൾ വന്ന് കള്ളച്ചിരിയോടെ ഞങ്ങളെ അഭിനന്ദിച്ചു. അന്ന് തൊട്ട് പിന്നീട് അവളുടെ മേൽനോട്ടത്തിലായിരുന്നു എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവൾ തന്നെ പറയും, അച്ഛാ, ഇന്നൊരു അപ്പോയിൻമെൻ്റ് ഉണ്ടേ എന്ന് പറയും. ഞാൻ ചോദിക്കാതെ എന്താ അമ്മ ഇത് എന്നോട് പറഞ്ഞു. നിന്റെ അമ്മയ്ക്ക് എന്തേ എന്നോട് പറഞ്ഞാൽ ഡയറക്റ്റ് കുഴപ്പം? അത് അമ്മ അങ്ങനെയാണ്. അമ്മ എന്നോട് പറഞ്ഞെങ്കിൽ ശീലിച്ചു പോയി. ആദ്യം എന്നോടല്ലേ പറഞ്ഞത്. അച്ഛൻ ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കണ്ട. ഇതിനിടയിലെ ഹംസം ഞാനല്ലേ അച്ഛാ എന്ന് പറഞ്ഞ് അവൾ ചുമ്മാ ചാടുകയും ഓടുകയും ചെയ്യും. ഇന്ന് വരെ അവളുടെ അമ്മയായിട്ട് എന്നോട് ഒരു ദിവസത്തെ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അവൾ തന്നെയാണ് പറയുന്നത്. അവൾ തന്നെയാണ് എന്നെ കൊണ്ടുപോകുന്നതും. ഭാര്യയ്ക്ക് സംശയം ഉണ്ടാകാതിരിക്കാനും അതൊരു കാര്യമാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നത് പ്രശ്നമാണ്. എന്നാലും പക്ഷേ കുറെ നാൾ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മരുമകളുടെ സ്വഭാവം മാറി. അവൾ അമിതമായ സാന്ദ്രത്തിൽ എന്നോട് ഇടപെടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു അതിൽ കടക്കരുതെന്ന്. അപ്പം അവൾ പറഞ്ഞു, കടക്കും. ഇനി ഞാൻ മുന്നും പിന്നും നോക്കില്ല. എനിക്കും പലതും കാണുമ്പോഴും കേൾക്കുമ്പോഴും അടങ്ങി നിൽക്കാൻ പറ്റില്ല. അത് അച്ഛനും മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അനാവശ്യ കൈകടത്തലുകൾ ഒഴിവാക്കണമെന്ന് പലവട്ടം അവളോട് പറഞ്ഞെങ്കിലും വീട്ടിലിരിക്കുമ്പോഴും അവൾ അടങ്ങിയിരിക്കില്ല. ഭാര്യ കണ്ടാൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുകയാണ്, എങ്കിൽ അവരിനി ശരിക്ക് കാണട്ടെ എന്ന് പറഞ്ഞ്
കൂടുതൽ അടുത്ത് പെരുമാറുകയും മണിയടിക്കാൻ ശ്രമിക്കുന്ന സ്റ്റേജിലേക്ക് വരെ എത്തി. വേണ്ടാന്ന് പറഞ്ഞിട്ടും അവൾ കേട്ടില്ല. മുന്നും പിന്നും നോക്കാതെ ഓരോന്ന് കാണിക്കുകയാണ്, അതും ആവശ്യമില്ലാത്ത ചേഷ്ടകൾ. പക്ഷേ എന്റെ ഭാര്യ ഒരു ദിവസം അത് കണ്ടു കഴിഞ്ഞ് അവളെ വഴക്ക് പറഞ്ഞപ്പോഴേക്കും ഊർജം കൂടി. അത് കഴിഞ്ഞതിൽ പിന്നെ ഒരു മറയുമില്ലാതെയാണ് പ്രകടന പത്രിക പുറത്തിറക്കി അവൾ വായിക്കുന്നത്. അതോടുകൂടി എന്റെ ഭാര്യയുടെ എല്ലാ കൺട്രോളും പോയെന്ന് തോന്നുന്നു. അവൾ നാട്ടുകാരോടും വീട്ടുകാരോടുമെല്ലാം ഈ കാര്യം പറയാൻ തുടങ്ങി. ഈ വീട്ടിൽ അമ്മായിച്ചനും മരുമകളും തമ്മിലുള്ള രാജവാഴ്ചയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അവസാനം മകനോട് വിളിച്ചു പറഞ്ഞു. മകനത് കിട്ടി ഞെട്ടിപ്പോയി. അവൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ, അമ്മയ്ക്ക് ഇപ്പോൾ സംശയരോഗമാണ്, വെറുതെ അച്ഛനെ സംശയിക്കുകയാണ്, എനിക്ക് ഒന്നും അറിയില്ല, ഭക്ഷണം വിളമ്പി കൊടുക്കാറുണ്ട്, പിന്നെ ഞങ്ങൾ ഒന്നിച്ച് വലുത് വാങ്ങിക്കാനും പോകാറുണ്ട്, അതിൽ കൂടുതൽ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവൾ എന്തൊക്കെ അവനെ പറഞ്ഞു. എന്തായാലും അവനൊന്ന് അടങ്ങി. പക്ഷേ എന്റെ ഭാര്യ വെറുതെ ഇരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നപ്പോൾ ഇവൾ വന്ന് കാണിച്ച കുസൃതികളൊക്കെ മറഞ്ഞു നിന്ന് വീഡിയോ ആക്കി അവൻ അയച്ചു കൊടുത്തു. ഇപ്പോൾ രണ്ടുപേരും കൂടി വലിയ വഴക്കായി. എന്നിട്ട് അവൾ പിണങ്ങി അവളുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ്. അവൻ എന്നെയും വിളിച്ചു. ഞാനത് അവൾ ഒരു മകളെ പോലെ കുസൃതി കാണിക്കുന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ അവൻ വിശ്വസിച്ചില്ല. ചുരുക്കം പറഞ്ഞാൽ എല്ലാം പ്രശ്നത്തിലാണ്. മകൻ ഇപ്പോൾ എന്നോട് മിണ്ടുന്നില്ല, ഭാര്യ മിണ്ടുന്നില്ല. പക്ഷേ മരുമകൾ എന്നെ നിർബന്ധിക്കുകയാണ് അവിടെ ചെന്ന് താമസിക്കാൻ. ഇനിയിപ്പോ മുന്നും പിന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അച്ഛന് സമീപം ആവശ്യമുണ്ട്. ഞാൻ വിവാഹമോചിതയാകാൻ പോവുകയാണ്. എനിക്ക് ഇങ്ങനെ ഭർത്താവിനെ ആവശ്യമില്ല. അതുപോലെ അച്ഛനും ആ ബന്ധം ഉപേക്ഷിക്കൂ. എന്നിട്ട് അമ്മയോടുണ്ടല്ലോ, നിങ്ങൾ ലീഗലായി മാരേജ് ചെയ്യൂ, നമ്മൾ 3 പേരും മതി ഈ വീട്ടിൽ എന്നൊക്കെ ഭ്രാന്തമായി പറയുകയാണ്. ഞാൻ ഈ അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത് മാഡം എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ എന്നെക്കാളൊക്കെ ഇത്തിരി പ്രായമുള്ള ജീവിതാനുഭവങ്ങളുള്ള ഒരാളാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ 2 വ്യക്തികളുമായിട്ട് ബന്ധം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഈ കേൾക്കുന്നവർക്ക് തോന്നും, ആഹാ എന്ത് രസമാണ്, അവിടെ 2 പേരുണ്ടല്ലോ, അങ്ങ് ചെന്നാൽ പോരെ, ഈ പുള്ളിയെ പൊന്നു പോലെ നോക്കി അങ്ങ് മുന്നോട്ട് പോകുമെന്ന് കേൾക്കുന്നവർക്ക് തോന്നാം. പക്ഷേ തെറ്റാണ്. കാര്യം അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അമ്മയുടെയും മകളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി എന്ത് കാര്യം ഉപേക്ഷിക്കാനും വളച്ചൊടിക്കാനും ഒക്കെ പെട്ടെന്ന് സാധിക്കുന്നവർക്ക് ഇദ്ദേഹത്തിന്റെ കൂട്ട് എത്ര നാൾ വേണ്ടി വരും? അവർക്ക് ഇഷ്ടമില്ലാതാകുന്നത് വരെ മാത്രം. അപ്പോൾ പിന്നെയും മൂഷ്യ സ്ത്രീ ആയി എന്ന് പറഞ്ഞതുപോലെ ഈ പുള്ളിക്കാരൻ പിന്നെയും അവിടെയുമല്ല ഇവിടെയുമല്ല എന്നുള്ള രീതിയിൽ ആകേണ്ടി വരും. അതുകൊണ്ട് അത്തരം വിചിത്ര സ്വഭാവമുള്ള ആൾക്കാരുടെ കൈകളിൽ അധികം അകപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾ കൂടുതൽ രഹസ്യങ്ങൾ ആരോടും പറയാനും പോകണ്ട. നടന്നു ആ ചാപ്റ്റർ നിങ്ങൾ ഉപേക്ഷിക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക. എത്രയൊക്കെ മിടിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ മകൻ ആത്മാർത്ഥമായിട്ട് ജീവിക്കുന്നു. അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഏത് കുളം കണ്ടാലും അതിലേക്ക് ചാടുന്ന ഒരു ഭാര്യയാണോ അയാൾക്ക് ആവശ്യം? ഒത്തുപോകാൻ അവർ രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ശ്രമിക്കട്ടെ. ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് അവർ മുന്നോട്ട് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ. അതല്ലാതെ ഇതിലിപ്പോ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് അവരെ ഒന്നിപ്പിച്ചിട്ട് എന്തോ വലിയ കാര്യം നേടാനുണ്ടെന്നും പറയാൻ പറ്റില്ല. കാര്യം നല്ല സ്ത്രീ ആയിരുന്നെങ്കിൽ ഓക്കെ എന്ന് പറയാം.